ഈ കാണുന്ന $41 എന്ന് പറഞ്ഞത് ഞാൻ ഒരൊറ്റ ട്രേഡിലെടുത്ത പ്രോഫിറ്റാണ്. ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയാം ഞാൻ ഇന്നേ വരെ ട്രേഡിന്റെ ലോസോ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റോ ഒന്നും ഇട്ടിട്ടില്ല. കാരണം ഞാൻ വലിയ രീതിയിലൊരു എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യാൻ ആളല്ല. കാരണം അത്രയും വലിയൊരു എമൗണ്ട് എൻ്റെ ഇല്ല. എന്നാൽ നിങ്ങൾ ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടി വലിയ വലിയ ആൾക്കാരുടെ വലിയ ട്രേഡേഴ്സിന്റെ യൂട്യൂബ് ചാനലൊക്കെ ഫോളോ ചെയ്യുമ്പോൾ അവർക്ക് $1000, $2000, $3000 ഒക്കെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കല്ല, അതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടാവും. ബിക്കോസ് അവരുടെ ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആയിരിക്കും. വെറും നമ്മളെ പോലെ 100, 200, 500 രൂപ $500 ഇട്ട് ട്രേഡ് ചെയ്യുന്നവരായിരിക്കില്ല. മേ ബി $1000, $2000, $3000 ഇട്ട് ട്രേഡ് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് മേ ബി 1%, 2% ഒക്കെ ആയിരിക്കും ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ട്രേഡിംഗ് അറിയാം, എന്നാൽ വലിയ രീതിയിൽ നമ്മളിപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ മാക്സിമം $2, $3 ഒക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ. നമുക്കൊരു ഫിക്സഡ് ആയിട്ട് ഒരു $10, $30, $20 ഒക്കെ ഡെയിലി കിട്ടുന്ന പോലെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടില്ല എങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഫണ്ടഡ് അക്കൗണ്ട് ഫോറക്സിനകത്ത് ഒരുപാടുണ്ട്. ക്രിപ്റ്റോന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഉണ്ട്, അതാണ് ബിറ്റ് ഫണ്ടഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്താൽ മതി. സ്വാഭാവികമായിട്ടും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഒരു $100 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 ലക്ഷം രൂപ, അതായത് $10,000 അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. $100 നിങ്ങൾ കൊടുത്ത ഉടനെ നിങ്ങൾക്ക് $10,000 റിയൽ ആയിട്ട് കിട്ടുകയല്ല ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് റിയൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 10,000ന്റെ 2 ഡെമോ അക്കൗണ്ട് പോലെ കിട്ടും. അതിനകത്ത് ഇവർ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയയിൽ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, വലിയ രീതിയിൽ പ്രോഫിറ്റ് ഒന്നും വേണ്ട, 10,000ന്റെ അക്കൗണ്ട് ആണെങ്കിൽ അതിന്റെ ഒരു 5% അത് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അത് ഈസി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ഈ ചെയ്തത് 5,000ന്റെ അക്കൗണ്ടാണ്, അതിന് $80 ഞാൻ കൊടുത്തത്. സോ എനിക്ക് $400 എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ ഫസ്റ്റ് സ്റ്റേജ് പാസ്സായി. സെക്കൻഡ് സ്റ്റേജിൽ ഇതുപോലെ $250 എടുത്ത് കൊടുത്താൽ സെക്കൻഡ് സ്റ്റേജ് പാസ്സായി. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞത് പിന്നെ റിയൽ മണിയാണ്, സ്റ്റേജ് ഇല്ല. പിന്നെ ഞാൻ $100 എടുത്തെങ്കിൽ അത് $80 എനിക്ക് കിട്ടും. $20 നിങ്ങൾ അവർക്ക് കൊടുത്താൽ മതി. സോ ഇങ്ങനെയാണ് ഫണ്ടഡ് ട്രേഡിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. ഇതിന് നഷ്ടങ്ങളുണ്ട്, ഈ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഒരു റിസ്ക് മാനേജ്മെന്റ് ചെയ്യാണ്ട് ആർത്തിയോട് കൂടി ട്രേഡ് ചെയ്താൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതകളുണ്ട്, അത് വേറെ കാര്യം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം.